ഇത്രയും സ്വഭാവ മഹിമയുടെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടുകളിൽ യുവജനങ്ങൾ ഓടിക്കൂടുകയാണ്. യുവാക്കളിലെ അവരുടെ ഒരു നേതാവുണ്ട്, ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. യൂസുഫ് ഹാദിഹിൽ ഉമ്മ, സ്വഹാബികളിലെ യൂസുഫ് നബി എന്ന് പറയപ്പെടുന്ന, യൂസുഫ് നബിയോളം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതീവ സൗന്ദര്യമുണ്ടായിരുന്ന ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി തങ്ങൾ എപ്പോഴും പറയും, മാ റആനി റസൂലുള്ളാഹി ഇല്ലാ ളഹിക ഫീ വജ്ഹി. ഞാൻ എപ്പോഴും പ്രവാചകന്റെ മുഖം കാണുമ്പോ പുഞ്ചിരിക്കുന്ന ഒരു മുഖമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ നിറയെ ആളുകളാണ്, അകത്ത് കയറാൻ ഇടമില്ല. ഞാൻ പുറത്തിരുന്നു, വീടിന്റെ പുറത്തിരുന്നപ്പോ വീടിന്റെ അകത്തു നിന്നും പ്രവാചകർ തിരുമേനി ഒരു വസ്ത്രം എനിക്ക് എറിഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കണം, ഇജ്ലിസ് അലാ ഹാദാ, ആ വസ്ത്രത്തിൽ ഇരിക്കണം ജരീറെ, അകത്ത് കടക്കാൻ സ്ഥലമില്ലല്ലേ, മുറ്റത്ത് മണ്ണിലിരിക്കല്ലേ, എന്റെ ഈ വസ്ത്രത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു അഖദഹു വവദഅഹു അലാ വജ്ഹിഹി വഖബ്ബല. ഹബീബ് എറിഞ്ഞു കൊടുത്ത ആ വസ്ത്രം മുഖത്തേക്ക് വെക്കുകയും തുരുതര ഉമ്മ വെക്കുകയും ചെയ്തു. അതിലിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഈ പ്രവാചകരുടെ ഗുണം നോക്കൂ. സ്വന്തം വീടിനകത്ത് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ പുറത്തിരിക്കുന്ന ഒരാൾക്ക് വസ്ത്രം എറിഞ്ഞു കൊടുക്കുന്നു, സ്വന്തം വസ്ത്രം, അതിലിരിക്കണേ. ആ വസ്ത്രത്തിൽ എങ്ങനെയാണ് ഇരിക്കുക? അത് ലോകത്തിന്റെ ഗുരുവിന്റേതല്ലേ. ആ വസ്ത്രം മുഖത്തേക്ക് വെക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തു. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങൾ ചാരിയിരിക്കുമ്പോഴാണ് സൽമാനുൽ ഫാരിസി എന്ന യുവാവ് പേർഷ്യയിൽ നിന്ന് സത്യമതം എന്താണെന്ന് അന്വേഷിച്ച് ക്രിസ്തുമതം പരീക്ഷിച്ചിറങ്ങി ഇറാഖിലൂടെ തുർക്കിയിലൂടെ സൗദി അറേബ്യ